ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വറുത്ത മുട്ടയുടെ റെസിപ്പിയാണ്. ഇതുപോലൊരു വറുത്ത മുട്ട ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ സൈഡായിട്ട് നമുക്ക് ആവശ്യമായിട്ടില്ല. വളരെ എളുപ്പത്തിലും വളരെ കുറഞ്ഞ ചേരുവയിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ വറുത്ത മുട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, അത് ചേർക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് പോലെ ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇതുപോലെ നമ്മുടെ വെളുത്തുള്ളി അല്ലിയെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് സവാളയിൽ ഒരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. സവാളയും ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊന്നും മാറണമെന്നുള്ള ആവശ്യമില്ല, നന്നായിട്ട് സവാള ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കശ്മീരി ചില്ലി പൗഡറാണ്, നല്ല എരിവ് കുറവാണ്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ചേർക്കാം. കൂടെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ഒരല്പം വെള്ളം കൂടി. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് വെള്ളം ചേർക്കരുത്, വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 3 മുട്ടയും കൂടിയാണ്. അപ്പോൾ ഈ 3 മുട്ടയും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. 3 മുട്ടയെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർത്തിട്ട് മിക്സ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഇതുപോലെ ലൈറ്റായിട്ട് ഇതിന് മുകളിലുള്ള എല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാവുന്നതാണ്. മീഡിയത്തിനും ലോ ഫ്ലെയിമിൽ ഇടയ്ക്ക് വെച്ചിരിക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിടാവുന്നതാണ്. ഞാനിപ്പോൾ തിരിച്ചിടുന്നില്ല, പകരം ഇതൊന്ന് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് തീരെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ, അതായത് ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മുട്ട വറുത്തതുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ സൈഡായിട്ട് നമുക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ. ഒരു രസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനും ഇല്ല. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ മുട്ട വറുത്തത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തന്നെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ട് ഞാനിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടിയാണ്. മല്ലിയിലയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നമുക്ക് സൈഡായിട്ട് എടുക്കാവുന്നതാണ്. വെറുതെ കഴിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക്, അതായത് നമ്മൾ ഓംലേറ്റ് ഒക്കെ വെറുതെ കഴിക്കില്ലേ, ആ വെറുതെ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഓംലേറ്റ് കഴിക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമ്മൾ മുട്ട വറവൽ തയ്യാറാക്കി എടുത്തില്ലേ. ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.